ഹലോ അസ്സാം വലൈക്കും. കൂട്ടുകാർക്കൊക്കെ സുഖമല്ലേ? സുഖമായിട്ടിരിക്കുന്നു വിശ്വസിക്കുന്നു. അപ്പോൾ മുത്തുവാവ എന്ന ഈ ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കില്ല കേട്ടോ. അപ്പോൾ ഇന്ന് വളരെ ചെറിയൊരു വീഡിയോയുമായാണ് വന്നേക്കുന്നത്. വൈകിട്ടത്തെ അത്താഴത്തിൻ്റെ ചെറിയൊരു വീഡിയോ ആണ് കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെട്ട നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലേ. അപ്പോൾ നിങ്ങളുടെ ഓരോ സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമേ എനിക്കിനി മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ കേട്ടോ. അപ്പം മകൾക്ക് മന്തി കഴിക്കണമെന്ന് പറഞ്ഞു. എന്നാൽ വീട്ടിൽ തന്നെ എൻ്റേതായ രീതിയിലൊരു മന്തി വെച്ച് കൊടുത്തേക്കാമെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയാലോ. അപ്പോൾ അതിന് ആവശ്യമായ സാധനങ്ങൾ എല്ലാം ഞാൻ റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് എന്തൊക്കെയാണെന്നൊന്ന് നോക്കിയാലോ. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ അരി കഴുകി റെഡിയാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ സബോള അരിഞ്ഞെടുത്തിട്ടുണ്ട്. പിന്നെ തക്കാളി, ഇഞ്ചി, വെളുത്തുള്ളി, പിന്നെ മസാല ഐറ്റങ്ങൾ, പിന്നെ പൊടികൾ എന്ന് പറഞ്ഞാൽ മല്ലിപ്പൊടി, മുളക് പൊടി, ഗരം മസാല, ചിക്കൻ മസാല, മഞ്ഞൾപ്പൊടി, ഇത്രയാണ് എടുത്ത് വെച്ചതെന്ന് കേട്ടോ. അപ്പോൾ നമുക്ക് ഓരോന്ന് ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ നമ്മൾ എണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് ഒരു കുക്കർ വെച്ചിട്ട്. അതിലേക്ക് മസാല ഐറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ 2-3 കുരുമുളകും, 2 ഏലക്കയും, പെരിഞ്ചീരകവും, നമ്മുടെ ഇലയും, കറുകപ്പട്ടയും, ഗ്രാമ്പൂ, കുരുമുളക്, പിന്നെ പൂവ്, ഇതെല്ലാം അവിടെ ചേർത്ത് നമ്മൾ ആ എണ്ണയിലൊന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. ആ എണ്ണയിൽ കിടന്ന് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന സബോള ചേർത്ത് കൊടുക്കാം. ഇതാ നമ്മൾ സബോള ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇതിലും ചെറുതാക്കാം. നമ്മൾ അത്യാവശ്യം ചെറുതാക്കി, കുഞ്ഞ് സബോളയാണ്ട് ചെറുതാക്കിയാണ് അരിഞ്ഞെടുത്തേക്കുന്നത് കേട്ടോ. നമുക്ക് ഇനി ഇത് ഒന്ന് എല്ലാം കൂടി ഇട്ടൊന്ന് മൂപ്പിച്ച് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഇത് ഒരല്പം ഉപ്പും കൂടി ഇട്ട് കൊടുക്കാവേ. അപ്പോൾ സബോള എളുപ്പം വരണ്ട് കിട്ടും. അതിന് നമുക്കൊരല്പം ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. കച്ചവടവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് വന്നിട്ടാണ് നമ്മളിപ്പോൾ ഇത് ചെയ്യുന്നത് കേട്ടോ. ചിക്കനൊക്കെ മേടിച്ചിട്ട് അടുക്കളയൊക്കെ ആകപ്പാടെ കുഴഞ്ഞ് കിടക്കുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ എല്ലാം ഒതുക്കി പറക്കി ഒത്തിരി പണിയുണ്ട് കേട്ടോ. എന്നാലും നമുക്ക് ആദ്യം ഇതിൻ്റെ പരിപാടി അങ്ങ് കഴിക്കാം കേട്ടോ. അപ്പോൾ ഇതാ സബോളയൊക്കെ ഒരുവിധം വരണ്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് കൊടുക്കരുത് കേട്ടോ. അപ്പോൾ അത് പിടിച്ചിരിക്കും കേട്ടോ. സബോള ഒന്ന് വരണ്ടതിന് ശേഷം ഇട്ട് കൊടുക്കുകയാണെങ്കിൽ സബോള ഇഞ്ചിയും ഇതെല്ലാം കൂടെ ഒന്നിച്ച് കിടന്ന് വരണ്ടോളും കേട്ടോ. അപ്പോൾ എന്താ സബോള ഏകദേശം ഒന്ന് വരണ്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചത് ചേർത്ത് കൊടുക്കണം കേട്ടോ. ചതച്ചെന്ന് പറഞ്ഞാൽ ഒരുമാതിരി പേസ്റ്റ് പരുവാക്കിയിട്ടുണ്ട്. നമുക്ക് അതൊന്ന് ഇട്ട് കൊടുക്കാം. അതിനത് നന്നായിട്ടൊന്ന് ഇളക്കി നന്നായിട്ടൊന്ന് മൂക്കണം കേട്ടോ. ഇഞ്ചിയും വെളുത്തുള്ളിയും ഇത് എല്ലാം കൂടെ കിടന്ന് നന്നായിട്ടൊന്ന് മൂത്ത് വരണം. നമ്മൾ ഈ മസാല ഐറ്റത്തിൻ്റെ അകത്ത് നമ്മൾ പട്ടയൊക്കെ ഇട്ടില്ല, അതിൻ്റെ കൂടെ കറുത്ത നാരങ്ങ കിട്ടുമല്ലോ, അതും കൂടി ഇട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ് കേട്ടോ. അപ്പോൾ എൻ്റെ കയ്യിലില്ലായിരുന്നു, അതുകൊണ്ട് ഞാൻ ഇട്ട് കൊടുത്തില്ല കേട്ടോ. അതിന് ശേഷം ഇതാ നമ്മൾ അരിഞ്ഞു വെച്ച തക്കാളി 1, 2, 3 എടുത്താൽ കുഴപ്പമില്ല കേട്ടോ. എൻ്റെ കയ്യിൽ ഒരു തക്കാളി മാത്രമേ ഉള്ളായിരുന്നു. പിന്നെ ഞാൻ ആ ഒരു തക്കാളി ഇട്ട് അഡ്ജസ്റ്റ് ചെയ്തെടുത്താണ് കേട്ടോ. അപ്പോൾ ആ തക്കാളിയും കൂടി ഇട്ട് നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കാം കേട്ടോ. ഇതിനി നന്നായിട്ടൊന്ന് വരട്ടി നന്നായിട്ട് ആ തക്കാളിയൊക്കെ ഒന്ന് അലുത്ത് വരണേ. അങ്ങനത്തെ ഈ പരുവായി ആയിട്ടുണ്ട് കേട്ടോ. ഈ സമയത്ത് നമുക്ക് പൊടി ഐറ്റങ്ങൾ ചേർത്ത് കൊടുക്കാം. പൊടി ഐറ്റങ്ങൾ എന്ന് പറഞ്ഞാൽ മുമ്പ് പറഞ്ഞ പോലെ തന്നെ മഞ്ഞൾപ്പൊടിയും, മല്ലിപ്പൊടിയും, മുളക് പൊടിയും, പിന്നെ ചിക്കൻ മസാല, ഈ ഇത്ര ആണ് പൊടി ചേർക്കുന്നത് കേട്ടോ. നമ്മൾ ഗൾഫ് കൺട്രിയിലൊക്കെ ആണെങ്കിൽ ഇതിന് തന്നെയുള്ള നമുക്ക് മസാല ഐറ്റങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. ഇതെല്ലാം അവിടെ പൊടിച്ചതും പല ടൈപ്പിലുള്ള മസാലകൾ, അതൊക്കെ ഇട്ട് അത് 1, 2 ടൈപ്പിലുള്ള മസാല ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇതെല്ലാം കൂടി ഇച്ചിരിച്ചൊക്കെ ചേർത്താണ് ഇട്ട് കൊടുത്ത്. അപ്പോൾ ഇനി ഇത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കാം. അത് നന്നായിട്ട് പൊടി മൂത്തതിന് ശേഷം നമുക്ക് ചിക്കന് ഇട്ട് കൊടുക്കാം കേട്ടോ. ഒത്തിരി ചെറിയ പീസുകളാക്കി ഇട്ടൊന്നുമില്ല കേട്ടോ. ഒരു കോഴി മേടിച്ച് 2 ആക്കി അതിന് ശേഷം ഞാൻ അതിൻ്റെ 2 കാലാണ് എടുത്തേക്കുന്നത് കേട്ടോ. അത് മാത്രമേ എടുത്തിട്ടുള്ളൂ. ഇനി ഇത് വെള്ളം ചേർത്ത് കൊടുക്കുന്നതിൻ്റെ ഇപ്പുറം തന്നെ ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. ആ അരപ്പൊക്കെ ഇതിൻ്റെ അകത്തൊന്ന് ഗ്രേവി ഈ ചിക്കൻ്റെ അകത്തൊക്കെ ഒന്ന് പിടിപ്പിക്കുന്നവരെ നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക കേട്ടോ. അടിക്ക് പിടിക്കത്തില്ല എന്ന് വെച്ചാൽ ചിക്കനിൽ നിന്ന് ചെറിയ വെള്ളമയം ഇറങ്ങി വന്ന് തുടങ്ങും കേട്ടോ. അപ്പോൾ അതുകൊണ്ട് അടിക്ക് പിടിക്കും എന്നുള്ള പേടി വേണ്ട, കരിയും എന്നൊന്നും പേടി വേണ്ട. ചെറിയ തീയിലിട്ടിട്ട് വേണം ഇങ്ങനെ ചെയ്യാനേ. അങ്ങനെ ഞാൻ ഇതൊന്ന് ഇളക്കി കൊടുക്കുകയാണ് കേട്ടോ. കണ്ടോ, ചെറിയ വെള്ളമയം പോലെ ഇപ്പം ഇളകി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാനിത് ഒരു നുള്ള എണ്ണയും കൂടെ ഒഴിച്ചു കൊടുത്തു കേട്ടോ. അപ്പോൾ എണ്ണ ഇച്ചിരി കുറവായതുപോലെ തോന്നി, അപ്പം ഞാൻ എണ്ണ ഒഴിച്ചു കൊടുത്തു. ഇങ്ങനെ ഉണ്ടാക്കുമ്പോൾ സൺഫ്ലവർ ഓയിൽ തന്നെ ഉപയോഗിക്കാൻ ശ്രദ്ധിക്കുക കേട്ടോ. വെളിച്ചെണ്ണ എടുക്കാതെ സൺഫ്ലവർ ഓയിലോ അങ്ങനെയുള്ള എന്തെങ്കിലും എണ്ണ എടുക്കുക. അപ്പോൾ ഞാൻ അതെല്ലാം ഇളക്കിയതിന് ശേഷം തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത്, പച്ചവെള്ളം ഒഴിച്ചു കൊടുക്കരുത്. അപ്പം അതിൻ്റെ ടേസ്റ്റ് വ്യത്യാസം ആകും കേട്ടോ. അപ്പോൾ നമുക്ക് തിളച്ച വെള്ളം തന്നെ ഒഴിച്ചു കൊടുക്കാം. തിളച്ച വെള്ളം, ലൈറ്റ് ചൂടുവെള്ളം, തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ ഏറ്റവും നല്ലതാണ് കേട്ടോ. അപ്പോൾ തിളച്ച വെള്ളം ഒരുപാട് ഒഴിച്ചു കൊടുക്കണ്ട. ആ ചിക്കൻ ഒരു പരപരാൻ നിൽക്കുന്ന രീതിയിൽ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുത്ത് ഒന്ന് അടച്ച് വെക്കാം.
അടച്ച് വെച്ച് ഒറ്റ ഫിസിലടുപ്പിച്ചാൽ മതി കേട്ടോ. ഒരു ഫിസിലടിക്കാൻ നമ്മൾ വെച്ചിട്ടുണ്ട്. നമ്മളിതാ ഈ റൈസാണ് എടുത്തേക്കുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ മന്തി വെക്കുന്ന റൈസ് ഒന്നുമല്ല, ഇത് ഒരു പ്രത്യേക ഒരു ടൈപ്പ്. ഇത് എന്ത് റൈസാണെന്ന് എനിക്കറിയത്തില്ല കേട്ടോ. ഞങ്ങളുടെ സംഘം വഴി കിട്ടിയതാണ്. അപ്പോൾ ഞാൻ 20 കിലോ മേടിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ 10ൻ്റെ 2 കിറ്റ്, ഓരോ കിറ്റ് വെച്ചാണ്. അപ്പോൾ ഞാൻ ഒരു കിറ്റ് ഇപ്പോൾ എടുത്ത് പൊട്ടിച്ച്, അപ്പോൾ അതിൽ നിന്ന് അതേ കുറച്ച് അരി എടുത്ത് നമ്മൾ കുതിർത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ചിക്കനൊക്കെ എടുക്കുന്നതിൻ്റെ ഇപ്പുറം തന്നെ ഇപ്പോൾ ഒരു മണിക്കൂറത്തോളം ആയിട്ടുണ്ട് വെള്ളത്തിലിട്ട് കുതിർത്തിയതാണ്. അങ്ങനെ ഇതാ നമ്മുടെ ചിക്കൻ്റെ ഫിസിലൊക്കെ വന്നു. അപ്പോൾ അത് പോകാൻ വെക്കുന്നില്ല, ഞാൻ തുറന്ന് വിട്ടു കേട്ടോ. തുറന്ന് വിട്ടപ്പോൾ എന്താ ഈ പരുവായിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കതൊന്നും കൂടി ഒന്ന് തീ ഇച്ചിരി കൂട്ടി വെച്ചു. നല്ല രീതിയിലൊന്ന് തിളച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് ഞാൻ അരി എടുത്ത് വെക്കുക. നല്ല കുതിർന്ന് റെഡി ആയിട്ടുണ്ട് കേട്ടോ. കുത്തി വേണം അരി ഇടാൻ. അപ്പോൾ കഴുകി വാരി വേണം നമ്മൾ കുതിരാൻ ഇടാനും കേട്ടോ. അങ്ങനെ കുതിർത്ത് വെച്ച അരി നമ്മൾ ഇട്ട് കൊടുക്കുകയാണ്. ഓവർ വെള്ളം ഒഴിച്ചു കൊടുക്കാതിരിക്കുക കേട്ടോ. അപ്പോൾ ഈ അരിയും ചിക്കനും വെള്ളമെല്ലാം പരപരാന്ന് നിൽക്കുന്ന രീതിയിൽ വേണം നമുക്ക് വെള്ളം ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചിക്കൻ വെന്ത വെള്ളത്തിൽ തന്നെയാണ് ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ അരിയും കൂടി ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നോക്കുക വെള്ളത്തിൻ്റെ അളവ് എത്രയാണ്. വെള്ളം കുറവാണെങ്കിൽ മാത്രം നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക. പച്ചവെള്ളം ഒഴിച്ച് കൊടുക്കല്, തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ഇട്ട് കൊടുക്കണം. അപ്പോൾ എനിക്ക് രണ്ടാമത് ഒരു അല്പം വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടേ വന്നുള്ളൂ കേട്ടോ. അത് തിളച്ച് തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ അതേ അരിയും ചിക്കനും എല്ലാം പരപരാന്ന് നിൽക്കും കേട്ടോ. ഇനി ഇതൊന്ന് ഒരു 2 ഫിസിലടുപ്പിക്കാം കേട്ടോ. അപ്പോൾ എന്താ 2 ഫിസിലടിച്ചപ്പോഴത്തേക്ക് നമ്മുടെ മന്തി റെഡി ആയിട്ടുണ്ട്. വളരെ എളുപ്പം, മസാലയെല്ലാം കൂട്ടിക്കഴിഞ്ഞ് പിന്നെ വളരെ എളുപ്പം റെഡിയാക്കി എടുക്കാം കേട്ടോ. അങ്ങനെ ഞാൻ ഫിസിൽ പോകാൻ നിൽക്കുന്നില്ല, എളുപ്പം തന്നെ തുറന്ന് വിടുകയാണ് കേട്ടോ. അപ്പം കൂട്ടുകാർക്ക് വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്കും ഷെയറും കമൻറ്റും ഇതൊക്കെ തന്ന് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. പുതുതായിട്ട് ആരെങ്കിലും കാണുന്നവരുണ്ടെങ്കിൽ ഒന്ന് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തിടാനും തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ അമർത്താൻ ഓൾ എന്ന ഓപ്ഷൻ അമർത്താനും മറക്കല്ലോ കേട്ടോ. ഞാനിടുന്ന വീഡിയോ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടും. അപ്പോൾ എന്താ നമ്മൾ അപ്പോൾ ഫിസിലൊക്കെ കളഞ്ഞത് നല്ല ചൂട് മതി നമ്മൾ പ്ലേറ്റിലേക്ക് മാറ്റിയിട്ടുണ്ട് കേട്ടോ. വളരെ എളുപ്പമാണ് കേട്ടോ. സമയമൊന്നുമില്ല. ഇച്ചിരി തക്കാളി, ഇച്ചിരി സബോളയൊക്കെ അരിഞ്ഞ് സൈഡ് വഴി വെക്കണം എന്നൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞ് ഇനി ജോലി ഒരുപാട് കിടപ്പുണ്ട് കേട്ടോ. ഇതൊക്കെ തീർത്തിട്ട് വേണം എനിക്ക് കിടക്കാനും. അപ്പോൾ എന്താ എൻ്റെ കൊച്ചു വീഡിയോ ഇന്നത്തെ ഇത്രയൊക്കെ തന്നെയുള്ളൂ കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട മുമ്പ് പറഞ്ഞോട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കല്ലോ കേട്ടോ. എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടെങ്കിൽ കൂട്ടുകാരൊന്ന് പറഞ്ഞു തരികയൊക്കെ ചെയ്യണം കേട്ടോ. അപ്പം ഡെയിലി വീഡിയോസൊന്നും ഇടാൻ പറ്റുന്നില്ല, അത് പല പല കാരണങ്ങളൊക്കെ കൊണ്ടാണ്. അപ്പം ഡെയിലി വീഡിയോ ഇടാൻ പറ്റുന്ന സമയങ്ങളിലെല്ലാം നമ്മൾ ഇടുന്നുണ്ട് കേട്ടോ. മുന്നിലിടുന്ന വീഡിയോയ്ക്കൊക്കെ സപ്പോർട്ട് തരുന്ന പോലെ തന്നെ ഈ വീഡിയോയ്ക്ക് സപ്പോർട്ട് കാണുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ നിങ്ങളുടെ എല്ലാ ഓരോ സപ്പോർട്ടിൻ്റെ മാത്രമേ എനിക്കിനി മുന്നോട്ട് പോകുമ്പോഴൊരു വീഡിയോയുടെ അഭിപ്രായം എന്താണെങ്കിലും നിങ്ങൾ കമൻറ്റിലൂടെ നമ്മളെ ഒന്ന് അറിയിക്കാൻ മറക്കല്ലോ കേട്ടോ. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമുക്ക് മറ്റൊരു വീഡിയോ അടുത്ത ദിവസം കാണാം. അസ്സലാമു അലൈക്കും.